ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആർക്കിടെക്ചറിൻ്റെ അലോട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞ ശേഷം പല കുട്ടികളും എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ ഈ അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷം ഫീസ് അടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? ഫീസ് അടച്ചില്ലെങ്കിൽ വളരെ ഡയറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സീറ്റ് പോവും. സീറ്റ് പോവാന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. അതായത് അലോട്ട്മെൻറ്റ് ക്യാൻസലാവും. അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല, എനിക്ക് ആ കോളേജിൽ താല്പര്യമില്ല എന്ന രീതിയിൽ മാത്രം വിചാരിക്കുന്ന പോലെ ചെറിയൊരു കാര്യമല്ല. അതായത് അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കും. അതായത് ഈ ടോട്ടൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പിന്നെ നിങ്ങൾക്ക് പങ്കെടുക്കാനോ അതിൻ്റെ ഭാഗമാവാനോ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ സീറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള സീറ്റ് നിങ്ങളുടെ റാങ്കിനേക്കാളും താഴെ ഒരു കുട്ടിക്ക് നെക്സ്റ്റ് കമ്മിങ് അലോട്ട്മെൻറ്റിൽ കൊടുത്തു എന്ന് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സീറ്റ് നഷ്ടപ്പെട്ടു. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് മൊത്തമായിട്ട് നിങ്ങളെ പുറത്താക്കും. പിന്നെ ഓൾറെഡി അടച്ചിട്ടുള്ള 2000 പ്രോസസ്സിംഗ് ചാർജ് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നതല്ല. അതുപോലെ തന്നെ വരും അലോട്ട്മെൻറ്റുകളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ കൂടി നഷ്ടപ്പെടും. അപ്പോൾ ഇതാണ് ഫീസ് അടയ്ക്കാതിരുന്നാൽ ഡയറക്റ്റ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കൊടുത്തിട്ടുള്ള ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ അവർ സ്വന്തമായിട്ടൊരു കോളേജ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതല്ല. നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കോളേജ് ആണെങ്കിൽ നിങ്ങളത് ആ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അവിടെ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇഷ്ടമില്ലാത്തൊരു കോളേജ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് കൊടുത്തിട്ട് അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മളവിടെ ജോയിൻ ചെയ്യണില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി എൻ്റെ പഴയ വീഡിയോസിലൊക്കെ പല തവണ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും ഇത്തരത്തിലുള്ളൊരു മണ്ടത്തിനെ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പല കോളേജസ് അത്ര നല്ല കോളേജസ് അല്ല എന്ന് പലരും പറഞ്ഞറിഞ്ഞിട്ടുള്ള കോളേജസ് വെറുതെ തമാശയ്ക്ക് ഞാൻ ലാസ്റ്റ് കൊടുത്തു, അപ്പോൾ അതിൽ സീറ്റ് കിട്ടി, ഇനി എന്താ ചെയ്യുക, അതിന് മുകളിലുള്ള കോളേജ് കിട്ടാൻ എനിക്ക് ചാൻസ് ഉണ്ടല്ലോ എന്നൊക്കെ ചോദിച്ച് പലരും വിളിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു റിസ്ക്കാണ്. നമ്മൾ ആ ഇഷ്ടമില്ലാത്തൊരു കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹയർ ഓപ്ഷൻസ് കിട്ടിയില്ലെങ്കിൽ ആ കോളേജിൽ തന്നെ പഠിക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഫീസ് അടച്ച് ജോയിൻ ചെയ്തിട്ട് പിന്നെയും വിഡ്രോ ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാത്ത കോളേജിലൊന്നും തന്നെ നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് കൊടുക്കരുത് എന്ന് ഞാൻ വളരെയധികം എടുത്തെടുത്ത് പറയാനുള്ളൊരു റീസൺ ഇതായിരുന്നു. അപ്പോൾ ഇഷ്ടമുള്ള കോളേജ്, നമുക്ക് ഇഷ്ടമുള്ള ഗവൺമെൻറ് കോളേജ് മാത്രമാണ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ കോളേജസ് മാത്രം. ഇനി 1-2 പ്രൈവറ്റ് കോളേജസ് നോക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള, നിങ്ങൾക്ക് ഇപ്പോൾ പ്രൈവറ്റ് കോളേജാണ് ഏറ്റവും ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആദ്യം വയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഉറപ്പുള്ള കോളേജസ് മാത്രമേ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ കൊടുക്കാൻ പാടുള്ളൂ. അതല്ലാത്തൊരു കോളേജ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾ പുറത്താവും. അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ചാർജ് നിങ്ങൾ മിസ്സാവും. അങ്ങനെ ടോട്ടലായിട്ടുള്ള ഇഷ്യൂസ് വരും. ഇനിയിപ്പോൾ നിങ്ങൾ തമാശയ്ക്ക് അവിടെ പോയി ജോയിൻ ചെയ്തിട്ട് ഹയർ ഓപ്ഷൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കിട്ടാതിരുന്നാൽ ആ കോളേജിൽ തന്നെ പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് മുതലായ കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കുമ്പോൾ ചിലപ്പോൾ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അവരിൽ നിന്ന് മേടിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കിട്ടാനൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ചില കോളേജസിനൊക്കെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുന്നില്ല ഈ വീഡിയോയിൽ. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജസ് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഉറപ്പുള്ള കോളേജസ് മാത്രമായിരുന്നു നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഓപ്ഷൻസ് കൊടുക്കേണ്ടിയിരുന്നത്. അത് മാത്രമാണ് കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു ഇഷ്യൂ വരില്ലായിരുന്നു. നിങ്ങളിപ്പോൾ വെറുതെ ഓപ്ഷൻസ് ഇങ്ങനെ സൈഡിൽ കിടക്കുന്നുണ്ട്, വെറുതെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ പലരും ഇന്ന് രാവിലെ തൊട്ട് തന്നെ വിളിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഫസ്റ്റ് തന്നെ ചെയ്തിരുന്നത്. ഓക്കെ, താങ്ക് യു. 10 വർഷത്തിലേറെയായി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വിവിധ എൻട്രൻസ് പരീക്ഷകളിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കുന്നതിന് പരിശീലനം നൽകുന്ന മുൻനിര സ്ഥാപനമായി മുന്നേറുകയാണ് തൃശൂരിലെ ഇഗ്നൈറ്റ് കോച്ചിംഗ് സെന്റർ. ഇത്തവണ കീം ആർക്കിടെക്ചർ പ്രവേശന പരീക്ഷയിൽ SC വിഭാഗത്തിൽ 1-ാം റാങ്ക് നേടിയത് ഇഗ്നൈറ്റിലെ വിദ്യാർത്ഥിനി PS അനുഷയാണ്. ചൂണ്ടൽ പുളിക്കൽ വീട്ടിൽ ഷാജുവിൻ്റെയും വിനീതയുടെയും മകളായ അനുഷ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു. കീമിലെ കാറ്റഗറി ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് വന്നിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ ഇഗ്നൈറ്റിലായിരുന്നു. അവിടെ ചേർന്ന് എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും അവരുടെ ക്ലാസ്സുകൾ നമ്മളെ മാക്സിമം കൊണ്ടുവരാൻ നോക്കുക. അനുഷയുടെ മിന്നും നേട്ടത്തിൽ അനുമോദനവുമായി വീട്ടിലെത്തിയ ഇഗ്നൈറ്റിന്റെ അക്കാദമിക് ഡീൻ അഭിലാഷ്, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമൊത്ത് മധുരം പങ്കുവച്ച് വിജയം ആഘോഷിച്ചു. തൃശൂർ സരോജ ഹോസ്പിറ്റലിന് സമീപം തെക്കനയിൽ പ്ലാസയിൽ പ്രവർത്തിച്ചു വരുന്ന ഇഗ്നൈറ്റ് നാറ്റ കോച്ചിംഗ് സെന്റർ വിദ്യാർത്ഥികളുടെ ഭാവി സ്വപ്നങ്ങൾക്ക് ഉയർന്ന റാങ്കിന്റെ